ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് 2024 ഇന്ന് നടന്ന ഉപജില്ലാ തലം ഹൈസ്കൂൾ വിഭാഗം ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വെളിച്ചം നുകർന്നു തൻ തപസ്സിൻ ചൂടാൽ കൊടും വെയിൽ ചൂടിനെ വെഞ്ഞും പുഞ്ചിരിക്കയാണിപ്പോൾ ഒരു ദുഃഖത്തിൻ വെയിലാറുമെൻ മനസ്സിലുമൊരു പൂവിടരുന്നു പേരിടാനറിയില്ല തപസ്സുകൊണ്ട് കൊടും വെയിൽ ചൂടിനെ ജയിക്കുകയും പുഞ്ചിരി ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത പ്രതീക്ഷയുടെ പൂവിനെക്കുറിച്ച് 4 മണിപ്പൂക്കൾ എന്ന കവിത രചിച്ചതാര്? ONV കുറുപ്പ്. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ആദ്യ സമരഭടനായി തിരഞ്ഞെടുത്തു. മഹാരാഷ്ട്രയിലെ ഗഗോദ ഗ്രാമത്തിൽ 1895 സെപ്റ്റംബർ 11 ജനിച്ചു. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നു. വിനോബ ഭാവെ. മെയ് 22 ലോക പ്രശസ്തമായ ഒരു കളിയുടെ ദിനമാണ്. ഏതാണ്? ഫുട്ബോൾ. മഹാൻ എന്നാണ് ഈ മുഗൾ ചക്രവർത്തിയുടെ പേരിനർത്ഥം. 13-ാം വയസ്സിൽ ചക്രവർത്തിയായി. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് സംഗീത ചക്രവർത്തിയായ താൻസനും കവി തുളസീദാസും ഉണ്ടായിരുന്നത്. അക്ബർ. പ്രദേശങ്ങളിൽ താമസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന നഗര തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റിയിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. അയ്യങ്കാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഈ വനിത 1942 എന്ത് ആരംഭിച്ചതിലൂടെയാണ് പ്രശസ്തയായത്? സീക്രട്ട് കോൺഗ്രസ് റേഡിയോ. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപശിലയേന്തിയ ഇന്ത്യൻ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് അനകാർഡിയം ഓക്സിഡൻ്റൽ? കശുമാവ്, പറങ്കിമാവ്. താഴെ തന്നിരിക്കുന്നവയിൽ ബേസിക സ്വഭാവമില്ലാത്ത പദാർത്ഥം ഏത്? ചുണ്ണാമ്പ് വെള്ളം, അലക്കുകാര ലായനി, വിനാഗിരി, അമോണിയ ലായനി. ഉത്തരം വിനാഗിരി. തലച്ചോറിൽ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നതും ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. താഴെ തന്നിരിക്കുന്നതിൽ പൂർണ്ണഘനം അല്ലാത്ത സംഖ്യ ഏത്? 125, 343, 521, 729. ഉത്തരം 521. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു സദിശ അളവ് ഏതാണ്? ത്വരണം, വ്യാപ്തം, സാന്ദ്രത, വേഗത. ഉത്തരം ത്വരണം. കേരള മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയതാര്? EMS നമ്പൂതിരിപ്പാട്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച മലയാളി സിനിമ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? സൗദി വെള്ളക്ക. ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച സൗരദൗത്യം ആദിത്യ L1 L എന്തിനെ സൂചിപ്പിക്കുന്നു? ലഗ്രാഞ്ച്. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ആര്? OR കേളു. വലിയ വ്യത്യാസം എന്ന അർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പരിചിതമായ 2 മൃഗങ്ങളുടെ പര്യായ പദം ചേർത്ത് ഉപയോഗിക്കുന്ന മലയാള ശൈലി. അജഗജാന്തരം. ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കുവാൻ ഏത് നിറമാണ് ഉപയോഗിക്കുന്നത്? പച്ച, മഞ്ഞ, ചുവപ്പ്, തവിട്ട്. ഉത്തരം മഞ്ഞ. ഡാഷ് ഈസ് എ ഡോക്ടർ ഹൂ ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്? പാത്തോളജിസ്റ്റ്, ഓങ്കോളജിസ്റ്റ്. കെവിൻ സിൻഡ്രോമും മൈക്ക് ക്രീഗറും ചേർന്ന് രൂപീകരിച്ചതും ഇപ്പോൾ ഏറെ പ്രസിദ്ധവുമായ സാമൂഹിക മാധ്യമം ഇൻസ്റ്റഗ്രാം. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യക്ക് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ 57 കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ 21-കാരൻ അമൻ ഷെഹ്രാവത്ത്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യം പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് ഡാഷ്. കായകൽപ പുരസ്കാരം. സുസു എന്നും അറിയപ്പെടുന്ന ഇന്ത്യയിലെ ജലജീവി ഗംഗാ ഡോൾഫിൻ.
ദണ്ഡിയാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്നു രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാര്? വിഷ്ണു ദിഗംബർ പലൂസ്കർ. റാഫേൽ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റായ ആദ്യ ഇന്ത്യക്കാരി? ശിവാംഗി സിംഗ്.